ഇടുക്കി വാഴത്തോപ്പിൽ സ്കൂൾ ബസ് കയറി വിദ്യാർത്ഥി മരിച്ചതിൽ സ്കൂൾ അധികൃതർക്കെതിരെയും നടപടിയെടുക്കണമെന്ന് ബന്ധുക്കൾ. മരിച്ച ഹെയ്സൽ ബെന്നിന്റെ മൃതദേഹം സംസ്കരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ 3 വയസ്സുകാരി ഇനായ തെക്സിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയിൽ തുടരുകയാണ്. ഹൃദയഭേദകമായിരുന്നു ഹെയ്സലിന്റെ സംസ്കാര ചടങ്ങ്. ബന്ധുക്കളും സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. ഹെയ്സലിന്റെ പിതാവ് ബെന്നിന്റെ സഹോദരിയുടെ കുട്ടി 6 മാസം മുമ്പ് മരിച്ചിരുന്നു. ഇതിന്റെ ആഘാതത്തിൽ നിന്ന് മോചിതരാകും മുമ്പാണ് ഹെയ്സലിനെയും മരണം കവർന്നത്. അപകടത്തിൽ പരിക്കേറ്റ ഇനായ തഹസിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഡ്രൈവർ MS ശശിയെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അപകടകരമായും അശ്രദ്ധമായും വാഹനമോടിച്ച് അപകടമുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്കൂൾ അധികൃതർക്കെതിരെ നടപടി വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. അത് സ്കൂളിന്റെ വീഴ്ചയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് വ്യക്തവും കൃത്യമായിട്ട് തന്നെ മാനേജ്മെന്റിന്റെ പേരിലെ നടപടികൾ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതേസമയം അപകടം നടന്ന ഗിരിജ്യോതി പബ്ലിക് സ്കൂളിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ദുഃഖാചരണം പ്രഖ്യാപിച്ചു. കുട്ടികൾക്ക് വേണ്ടി കൌൺസിലിംഗ് ഏർപ്പെടുത്തും. ഹെയ്സൽ വിട്ടുപിരിഞ്ഞതിന്റെ വേദനയിൽ നിന്ന് മുക്തി നേടാൻ ഇനിയും സഹപാഠികൾക്കായിട്ടില്ല. മീഡിയ 1 ഇടുക്കി.